ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികൾ പിന്നീട് ഇല്ലാതാകുന്നത് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ദശകങ്ങളായി HMTയുടെ കാര്യങ്ങൾ ഞങ്ങളും മറ്റ് ട്രേഡ് യൂണിയനുകളും ഏറ്റെടുത്തിട്ടുള്ളപ്പോഴെല്ലാം അതിനെ സജീവമായി പിന്താങ്ങി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ ഒരു പ്രത്യേക പരിസ്ഥിതി വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ് കോൺഫറൻസ് വെച്ചത്. 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ പ്രസ് കോൺഫറൻസിന് ഇടയാക്കിയത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ സന്ദർശനവും അദ്ദേഹത്തിന്റെ പത്രങ്ങളോടുള്ള സംഭാഷണവുമാണ്. അത് ഞാൻ പറയാം. ആ സന്ദർശനം നന്നായി എന്ന് ഞങ്ങളുടെ അഭിപ്രായം. രണ്ടാമത്തേത് HMT ഇന്നത്തെ അവസ്ഥയാണ്. എൻ്റെ അഭ്യർത്ഥന, നമ്മുടെ കൺമുമ്പിൽ HMTക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അതിലൊന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് ചിന്തിക്കുകയും ഒരു അന്വേഷണാത്മകമായ ഒരു ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും വേണമെന്ന്. ഇപ്പൊ ചെയ്യുന്നത് കുറച്ചുകൂടി ഉയരണം. കാരണം ഒരു വ്യവസായം നമ്മുടെ കൺമുമ്പിൽ തകർന്നു വീഴുകയാണ്. അത് സംഭവിക്കാം. അർഹതപ്പെട്ട ചില കമ്പനികൾ നിലനിൽക്കാൻ കഴിയാതെ പോകാം. ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന പരിപാടി, അത് വ്യവസായത്തിന്റെ സ്വഭാവം കൊണ്ട് സംഭവിക്കും. മൺപാത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനികൾ പിന്നീട് ഇല്ലാതാകുന്നത് നമുക്ക് മനസ്സിലാവും. നിർമ്മാണ സാധനങ്ങൾ മാറി മാറി വരുമ്പോൾ പഴയകാല പല നിർമ്മാണ ഉൽപ്പന്നങ്ങളും ആ രൂപത്തിൽ പോയി പോയില്ല. ഇങ്ങനെ സ്വാഭാവികമായി പുറകോട്ട് പോകുന്ന കമ്പനികളിൽപ്പെട്ടതല്ല മെഷീൻ ടൂൾസ്. മെഷീൻ ടൂൾസ് എവർ ഗ്രോവിങ് മാറി വരുന്ന ആവശ്യങ്ങളുടെ സ്ഥൂലമായിട്ടുള്ളത് മാത്രമല്ല, സൂക്ഷ്മമാണ്. നിങ്ങളിപ്പോൾ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കണമെങ്കിൽ, നിങ്ങൾക്ക് AI പ്രയോജനപ്പെടുത്തേണ്ട ഡിവൈസസ് ഉണ്ടാക്കണമെങ്കിൽ, ചിപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ, സെമി കണ്ടക്ടർ ഉണ്ടാക്കണമെങ്കിൽ, എവരിവെയർ മെഷീൻ ടൂൾസ് ഇസ് ദ ബേസിക് ഇൻഡസ്ട്രി. അങ്ങനെ ബേസിക് ഇൻഡസ്ട്രി ശ്രദ്ധിക്കുന്ന പ്രധാനമാണ്. അതൊരു എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയാണ്. എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഹൈ സ്കില്ലുള്ളവർക്ക് മാത്രം ഉണ്ടാവാൻ പറ്റിയ സ്ഥലം. സ്കില്ലിംഗ് എഞ്ചിനീയർ പറയുമ്പോൾ അതിൻ്റെ സൂക്ഷ്മത, ആക്യുറസി ഒക്കെ പ്രധാനമാണ്. ആ രംഗത്ത് ലോകത്തിൻ്റെ മെഷീൻ ടൂൾസ് പട്ടികയിൽ സമശീർഷമായിരുന്ന കമ്പനിയാണ് HMT. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്ത് വൻ വിജയം ഉണ്ടാക്കിയ എല്ലാ രാജ്യങ്ങളുടെയും ഒറ്റ അടിത്തറ മെഷീൻ ടൂൾസ്. ജപ്പാൻ, ജർമ്മനി, ലോകത്തേക്ക് അവർ എടുത്ത് കുലുക്കി. അമേരിക്ക, ചൈന, എല്ലാ രാജ്യങ്ങളുടെയും മെഷീൻ ടൂൾസിന് അവരുടെ ബേസ് എന്ന് പറയുന്നത് വെറും വർത്തമാനമല്ല. അനുക്ഷണം മാറുന്ന ആവശ്യങ്ങളോട് ഏറ്റവും സൃഷ്ടിപരമായി പ്രതികരിച്ചുകൊണ്ട് റിസർച്ചും ഡെവലപ്മെന്റും നടത്തി പുതിയ അതിസൂക്ഷ്മ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന വെല്ലുവിളിക്ക് ഒപ്പം നിൽക്കണം മെഷീൻ ടൂൾസ്. അങ്ങനെയാണ്. നിങ്ങൾ മറൈനിലേക്ക് പോയാൽ, റെയിൽവേയിലേക്ക് പോയാൽ, എയർസ്പേസിലേക്ക്, എവിടെയും ഒരു പ്രശ്നം. അങ്ങനെയുള്ള ഒരു രത്നം പോലത്തെ ജുവൽ, ജവഹർലാൽ നെഹ്റു HMTയെ പറ്റി പറയും, ജുവൽ ഓഫ് ദ നേഷൻ, ജുവൽ, രത്നം. ആ കമ്പനി എവിടെയാണ് പാളിച്ചാലോചിച്ചവൻ രാഷ്ട്രീയമായി പറഞ്ഞാൽ അത് BJP ഗവൺമെന്റ് സൃഷ്ടിയാണെന്ന് ഞാൻ പറയില്ല. അല്ല, അതിനൊരു പരിണാമാത്മകമായൊരു വരവുണ്ട്. അത് തുടങ്ങുന്നത് 91-ലാണ്. 91-ലെ ഏറ്റവും കടുത്ത ആക്രമണം ഇമ്പോർട്ട് അനുവദിച്ചു കൊടുക്കുന്നതാണ്. ഇമ്പോർട്ട് ഏറ്റവും ആധുനികോത്തര സാധനങ്ങൾ കൃഷി വെളിയിൽ ചെയ്യണം, സെക്കൻഡ് ഹാൻഡ്സ്. അത് ഇന്ത്യൻ വ്യവസായത്തെ ബാധിച്ചിട്ടൊക്കെയുണ്ട്. ഞാൻ മുഴുവൻ സമയത്ത് പറയുന്നില്ല, നിങ്ങളുടെ ഒരുപാട് തിരക്കുള്ളവർ. അതിനുശേഷം മറ്റൊരു കാര്യം ചെയ്തത്, ആ കമ്പനിയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വിധം മാസീവായാലും വളരെ റിക്രൂട്ട്മെന്റ് വന്നു. പിൽക്കാലത്ത് BSNL വന്നതുപോലെ ആയിരക്കണക്കിന് 10,000 ആളെ പിടിച്ചിട്ട് BRSന്റെ മറവിലാണ്. അന്നത്തെ നിലയിൽ ആ പോക്ക് HMTയെ തകർത്തു. ഞാൻ നേരത്തെ പറഞ്ഞ HMT എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിലെ സ്കിൽഡ് എംപ്ലോയീസ്, അതൊരു വലിയ സമ്പത്താണ്. അനുഭവം കൊണ്ട് കൂടുതൽ ശക്തി നേടുന്ന തൊഴിലാളികളുടെ ഒരു വലിയ പട അവിടെ ഏറ്റവും വലിയ നേട്ടമാണ് തകർത്തത്. ഇനി
ഇപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴെങ്കിലും ആത്മനിർഭർ, മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യ 2047 എന്നൊക്കെ പറയുമ്പോൾ കണ്ണുവെക്കേണ്ടത് മെഷീൻ ടൂൾസിനാണ്. എവിടെ തുടക്കങ്ങളും മെഷീൻ ടൂൾസ് നോക്കും. നിങ്ങൾ സ്വകാര്യ മേഖലയെ ആശ്രയിക്കും. ആകാം സ്വകാര്യ മേഖലയ്ക്ക് മെഷീൻ ടൂൾസ് പാടില്ലെന്ന് നമ്മൾ പറയില്ല. പക്ഷേ അത് പൊതുമേഖല വളർത്തിക്കൊണ്ടുപോകുന്നതിന്റെ അടിത്തറയെ തകർത്തുകൊണ്ടാകാൻ പാടില്ല. അതാണ് എൻ്റെ തലമാറ്റം. അതുകൊണ്ടൊരു പുനരാലോചന വേണം. ഞങ്ങൾ കഴിഞ്ഞ 35 കൊല്ലമായി പ്രസിഡന്റേക്ക് 91 തൊട്ട് 2026 ഈ 35 കൊല്ലക്കാലം ഇതിനൊപ്പം സഞ്ചരിച്ച ഒരാളാണ്. കഴിഞ്ഞ 25-26 കൊല്ലക്കാലമായിട്ട് ഗവൺമെന്റ് തലത്തിൽ നിരന്തരം ഇടപെടാൻ പലതരത്തിൽ അവസരം കിട്ടിയതാണ്. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 97 ശമ്പളത്തിലാണ് തൊഴിലാളി നിൽക്കുന്നത്. നിങ്ങൾക്ക് 97 നിശ്ചയിച്ച ശമ്പളത്തിൽ ഇപ്പോഴും പണിയെടുക്കുക. വർഷം അത്രയും 29 വർഷം. 29 വർഷത്തിൽ പിരിയാൻ പോകുന്ന തൊഴിലാളികൾക്ക് അവർ വന്നതിന് ശേഷം ശമ്പളം വർദ്ധിച്ചിട്ടില്ല എന്നർത്ഥം. ഒരു 30 വയസ്സിന് അവരുടെ വരല്ലോ, അത്രയും 59ആയി, 58 കൊണ്ടേ. അപ്പൊ ഒരിക്കൽ ജോലിക്ക് കയറിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ശമ്പള വർധനവില്ലാത്ത, കരാറുകളില്ലാത്തൊരു കാലം HMDക്ക് വരികയാണ്. ഇത് നിങ്ങൾക്ക് എഴുതാം. ഇതൊരു കൗതുക വാർത്തയാണ്. ഇതൊരു കൗതുക വാർത്തയാണ്. ഒരാൾക്ക് ജോലി കിട്ടിയാൽ ആദ്യം ആഗ്രഹിക്കുന്നത് സ്ഥിരമാകാനാണ്. സ്ഥിരമായാൽ പിന്നെ അത് ആഗ്രഹിക്കുന്ന പ്രൊമോഷനാണ്. പ്രൊമോഷൻ കിട്ടുന്ന ഒരാൾക്ക് പിന്നെ വേണ്ടത് വർധനമാണ്. ആ വേതനത്തിന്റെ വർധനവില്ലെങ്കിൽ എങ്ങനെ നിൽക്കും? ജീവിത നിലവാരത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം നിൽക്കാൻ വർധനവ് വേണം. രാജ്യത്ത് വേതന കരാറില്ലാത്ത 29 ഇവരൊക്കെ സല്യൂട്ട് ചെയ്യേണ്ടത് HMD തൊഴിലാളികൾ. അവരെ അഭിനന്ദിക്കണം, ആദരിക്കണം. എനിക്കത് MP കൃഷ്ണദാസ് ഈ മാസം പോകും. എങ്ങനെ പോകും? പോകുന്നവർക്ക് ആനുകൂല്യം കൊടുക്കില്ല, ടെർമിനൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, മറ്റ് ബെനിഫിറ്റ്സ് ഇല്ലാതെ പുറത്തേക്ക് പോകണം. തൊഴിലാളിയായി നിൽക്കുമ്പോൾ ഒരു ആധികാരികത, ആത്മഗൗരവം ഇല്ലേ? ആ ഡേറ്റ് കഴിഞ്ഞാൽ തീർന്നു. നിങ്ങൾക്ക് എന്തെല്ലാം ആത്മഗൗരവവും കമ്പനിയെ സംബന്ധിച്ചുണ്ടെന്ന് ഗേറ്റ് എന്ന് പറയുമ്പോൾ തൊഴിലുള്ളപ്പോഴുള്ളത് തൊഴിലില്ലാണ്ടാവും. രണ്ടാം അത് അനുഭവിച്ചാലേ മനസ്സിലാവും. അങ്ങനത്തെ ഒരു നില. ഒരു കാര്യം, ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല, 29 കൊല്ലമായി. രണ്ടാമത്തെ കാര്യം, ആനുകൂല്യം കൊടുക്കുന്നില്ല. എത്ര വേദനാജനകമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 10, 28, 30 കൊല്ലം കുടുംബമായി ജീവിക്കുന്ന പണിയെടുത്ത കമ്പനിയിൽ നിന്ന് യാത്രയെ കൊടുക്കുമ്പോൾ ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലോ, ഒരു ചെറിയ നിലവിളക്കും ഒരു പൊന്നാടയും കൊടുത്ത് വിട്ടാൽ അങ്ങനെ ഇരിക്കും? നടക്കുന്നതാ. HMD നടക്കുന്നത് റിയലി വേണം കേട്ടോ. സിനിമയാക്കാവുന്ന പ്ലോട്ടാണ്, ഒരു നല്ല നാടകം ചെയ്യാനുള്ള പ്ലോട്ടാണ്. അവസാനം അയാൾ സങ്കടം പറഞ്ഞ് തുടങ്ങുമെന്ന് പറയുന്നുള്ള അധ്യക്ഷൻ നന്ദി പറയാൻ ആളെ വിളിക്കുന്നത്. അയാളുടെ കണ്ണീര് നന്ദിക്കരുത്. അത് വ്യവസായത്തിന്റെ വലിയ പ്രശ്നങ്ങളാണ്. അതിലേക്ക് പോകുക. 2, ഇപ്പൊ HMDക്കകത്ത് ഈ പോക്ക് പോയാൽ തൊഴിലാളികൾ ഇല്ലാതായതുകൊണ്ട് അടഞ്ഞുപോയ കമ്പനി എന്ന ആദ്യത്തെ കമ്പനിയാണ്. അങ്ങനെ അധികം തൊഴിലാളികൾ ഇല്ലാതായതുകൊണ്ട് അടഞ്ഞു 100 3, 4, 5 കൊല്ലം കൊണ്ട് കുറച്ച് പുതിയ പിള്ളേർ വന്നേക്കുന്നത് ഉണ്ട്. അത് വന്നവരൊക്കെ പല വഴിക്ക് പോയി. ഇനിയെങ്കിലും പോകാൻ ഉടനെ ഒരാളോട് വരെ നിൽക്കണം. ഈ ഡിപ്പോന്ന് തരപ്പെട്ടാൽ അടുത്ത സ്ഥലം അന്വേഷിക്കുക. ഇതിന്റെ ഒരു ഭാവിയെ കുറിച്ച് ഒരു രക്ഷാപ്രശ്നമില്ല. ഒരാൾക്ക് ജോലി കിട്ടിയാൽ ഏറ്റവും പ്രധാനം ജോബ് സെക്യൂരിറ്റി. വേണ്ടത് ജോബ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെയും പണിയുണ്ടെന്നുള്ള തോന്നാൻ തുടങ്ങിയാൽ ഉറക്കത്തിന് അടുപ്പം കിട്ടും. ആ ജോബ് സെക്യൂരിറ്റി ഏറ്റവും പ്രധാനമാണെന്ന് പറഞ്ഞാൽ ILO ആണ്. ജോബ് സെക്യൂരിറ്റിയുടെ ഗുണം പറയുന്നത്. ആ ഒരു കാര്യത്തിൽ പുതിയ തൊഴിലാളികൾ എടുക്കാത്ത നിലയിൽ വന്ന ഈ കമ്പനി കൺമുമ്പിൽ HMDയിലേക്ക് വാർത്ത എഴുതേണ്ടി വരും. തൊഴിലാളികളെല്ലാം പിരിഞ്ഞു പോയതുകൊണ്ട് കമ്പനി അടച്ചു കേട്ടോ നിങ്ങൾ എഴുതേണ്ടി വരും. കാത്തു നിൽക്കാതെ ഇങ്ങനെ അവസ്ഥയുണ്ടെന്ന് അത് ലോകത്തെ അറിയിക്കാൻ ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം നല്ല പോലെ എഴുതി അറിയിക്കാൻ കഴിവുള്ളവരാണ്. ഞങ്ങൾ എറണാകുളത്ത് യോഗം വയ്ക്കണം ആലോചിച്ചതാണ്. ഞാൻ പറയും കളമശ്ശേരി ആയതുകൊണ്ട് കളമശ്ശേരി ചന്ദ്രശേഖർ വന്നത് ഇവിടെ ചന്ദ്രശേഖർ വന്നതാണ്. അപ്പൊ അത് മറ്റൊരു കാര്യം, പുതിയ റിക്രൂട്ട്മെന്റ് ഇല്ലാത്തതുകൊണ്ടോ കമ്പനിക്ക് ആവശ്യമായ ഓർഡർ എടുക്കാൻ കഴിയില്ല. ഇനി ഓർഡർ എടുത്താലോ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അതിന് അഡ്വാൻസ് ചെയ്യണ്ടേ? റെയിൽവേ, മറൈൻ, ഡിഫൻസ് കൊടുക്കണ്ടേ? കൊടുക്കി. നമ്മുടെ ശീലം ഉണ്ടായിരുന്നു. നമ്മുടെ ശീലങ്ങൾ അട്ടിമറിച്ചു. ശീലങ്ങളുടെ ഫലം ഈ രാജ്യത്തിന്റെ വ്യാവസായിക ഇടത്തിനെ പരിപോഷിപ്പിക്കാനുള്ള ഗവൺമെന്റ് ഇടപെടില്ല. ഒരു സ്വകാര്യ മുതലാളി മുടങ്ങിയാൽ എത്ര കാശ് മുടങ്ങിയാലും ചെറിയ ലാഭം കുറവാണ് ആണ്.
അതുകൊണ്ട് എഞ്ചിനീയറിംഗ് വ്യവസായത്തിൽ ലോക രാജ്യങ്ങൾ ചെയ്യുന്നത് പലിശയില്ലാത്ത വായ്പ കൊടുത്ത് സഹായിക്കലാണ്. എവിടെയെങ്കിലും പലിശയാണ് ശരാശരി പലിശ 2%. ഇവിടെയോ? ഇവിടെ കമ്പോളം 18. കൊല്ലാൻ തിരുവനന്തപുരത്തെ ഞെക്കി കുത്തിയൊക്കെ കൊല്ലുകയല്ലേ. ആ നിലയ്ക്ക് ഒരു പ്രശ്നം വന്നിരിക്കും. ഇനി ഇവിടുത്തെ റിസർച്ചും ഡെവലപ്മെന്റും എങ്ങനെ? ആളില്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ എഴുതേണ്ടതാണ്. അതെന്താ വെച്ചാൽ ഇന്ത്യ എല്ലാവരും ഇപ്പൊ വ്യാപാര കരാർ ഉണ്ടാക്കില്ല ഇന്ത്യയിൽ. അവരുടെ മിടുക്കല്ല, അമേരിക്കയുടെ യൂറോപ്യൻ്റെ മിടുക്കല്ല. പിന്നെ ഇപ്പോ പീയൂഷ് ഗോയൽ ബംഗ്ലാദേശിന് കൊടുക്കുന്ന അതേ നിരക്കിൽ ഇന്ത്യക്ക് കൊണ്ടുപോയി ബംഗ്ലാദേശിൽ നിന്ന് അമേരിക്കയെ കൊടുക്കുന്ന പോലെ ഉൾപ്പെടെ കൊടുക്കാത്തത് ശരിയാ. എന്താ കാരണം? ഇന്ത്യ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ മിടുക്കല്ല, ഇന്ത്യൻ ജനതയുടെ ശേഷിയാണ്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും മനുഷ്യ വിഭവം കൊണ്ടും അതിൽ തൊഴിലാളിയുടെ എണ്ണം കൊണ്ടും എണ്ണത്തെ ചെറുപ്പക്കാരുടെ അധികത കൊണ്ടും ഒക്കെയുള്ള പ്രത്യേക സാഹചര്യമാണ്. നമ്മൾ ഇതിന്റെ പ്രശ്നം എന്താ? എല്ലാവർക്കും തൊഴിൽ കൊടുത്തിട്ടില്ല. ഒരാൾ പണിക്ക് വെച്ച് വൈകുന്നേരം കാശ് കൊടുക്കുമ്പോൾ എന്ത് പണിയിൽ നോക്കട്ടെ? സ്കില്ലിംഗ്. ഇന്ത്യ നേരിടുന്ന തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സ്കില്ലിംഗ് ആണ്. സ്കില്ലിംഗ് എന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രത്യേക തൊഴിൽ മേഖലയിലെ വൈഭവം. ആ വൈഭവത്തിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. സ്കില്ലിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയുടെ കുറേ ആശയം അതാണ്. ഇത്രയും വലിയ സ്ഥാപനമാണ്. ഇതുപോലെ വിപുലമായൊരു വ്യവസായശാലയ്ക്കകത്ത് ഒരു 6 മാസം കൂടുമ്പോൾ സ്കില്ല് ചെയ്ത് നമുക്ക് എത്ര 10,000 പേര് ഇറക്കാം. ലോകമെമ്പാട് ആളുകൾ വേണം. ലോകത്തെ ജനസംഖ്യ കുറയാണ്, പണിക്ക് ആളില്ല. വെറുതെ പോകുന്ന ആളുകളുണ്ട്. മരുന്നെടുത്ത് കൊടുക്കാനും കുളിപ്പിക്കാനും വേണ്ടി പോകുന്ന ആളുകളാണ് കൂടുതൽ. അങ്ങനെ വരുമ്പോ ഈ വലിയ സൗകര്യം ഉപയോഗപ്പെടുന്നതിന് ഗവൺമെന്റ് ആലോചിക്കട്ടെ. ചെയ്യാം. പല കാര്യങ്ങളും പറയുന്നുണ്ട്, നടക്കുന്നില്ല. എന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കുറെ കാലം സമ്മതിക്കുന്നുണ്ട്, നടപ്പാക്കുന്നില്ല. വേണ്ടത് എന്താ? ഞങ്ങൾക്ക് നിലവിലുള്ള കടബാധ്യതകൾ ഒഴിവാക്കി വർക്കിംഗ് ക്യാപിറ്റൽ തന്ന് ആ വർക്കിംഗ് ക്യാപിറ്റലിന് പുറമെ ഒരു ക്യാപെക്സ് അടിസ്ഥാന യന്ത്രഭാഗങ്ങളുടെ വികസനത്തിന് കൊടുത്ത് പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുത്ത് തൊഴിലാളി ശമ്പളം വർദ്ധിപ്പിക്കൽ പ്രധാനമാണെന്ന്. ഒരു ഏരിയയിൽ താമസിക്കുമ്പോൾ തൊഴിലാളി കുടുംബങ്ങളെ കൊണ്ട് സംസാരിക്കുമ്പോൾ എന്റെ അച്ഛന് ശമ്പളത്തിന് അതൊരു 20 കൊല്ലം നിശ്ചയിച്ചാണെന്ന് പറയുന്ന സങ്കടകരമായ രംഗങ്ങൾ അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ മാറ്റം പറ്റും. ഈ HMD നല്ലപോലെ കിട്ടുകയാണ്. ഇപ്പൊ സംഭവിക്കുന്നു. ഇപ്പൊ നടക്കുന്നതിൽ ഞാൻ പറയുന്ന ശക്തിയായിട്ട് HMD ഭൂമി ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ശരിക്കും നേരിടുന്ന പ്രശ്നം വ്യവസായ ആവശ്യത്തിന് ഭൂമി ഇല്ല എന്നുള്ള പ്രശ്നം. വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര ഭൂമിയില്ല. വ്യവസായത്തിന് മാത്രം എടുത്ത ഭൂമി അന്യാധീനപ്പെടുന്ന വാക്ക് തെറ്റ. അങ്ങനെ അല്ലല്ലോ, ആവശ്യങ്ങളാണ്. ഇപ്പോ NIA കൊടുക്കുന്നു, അല്ലെങ്കിൽ കിൻഫ്രയ്ക്ക് എടുക്കുന്നു, അതല്ലെങ്കിൽ ജുഡീഷ്യൽ സിറ്റി. ഞങ്ങൾ ഇതിനെതിരല്ല, അല്ല. പക്ഷേ അങ്ങനെ വിറ്റേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ആ വിറ്റ് കിട്ടുന്ന പണത്തിന്റെ ആദ്യത്തെ ഉപയോഗം ഈ കമ്പനിയുടെ പുനരുദ്ധാരണത്തിനായിരിക്കണം എന്ന് ഞങ്ങൾ പറയുന്നു. അത് ശരിയല്ല, അങ്ങനെയല്ലേ വേണ്ടത്. ഈ കമ്പനിക്ക് ഭൂമി കൊടുക്കുമ്പോൾ വ്യത്യസ്തമായ ഒരുപാട് നയന്മാർക്ക് ചരിത്രത്തോട് പ്രതികാരം ചെയ്യാൻ നിൽക്കാതെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാറ്റം വരട്ടെ. അതുകൊണ്ട് ഭൂമി HMD എടുക്കുമ്പോൾ ആ പണം HMD-യിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട്, പക്ഷെ അത് നടന്നിട്ടില്ല. ജുഡീഷ്യൽ സിറ്റിയോ മറ്റു സിറ്റിക്കോ ഒക്കെ ഭൂമി എടുക്കുമ്പോൾ റോഡ് അല്ലെ സീപോർട്ട് എടുക്കുമ്പോൾ അത് നല്ല വിലയാണ്. ഇപ്പൊ ഭൂമിക്ക് ഒരു പ്രയോജനം HMD-ക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങൾ നടത്താൻ അത് മതിയാവും. HMD-യുടെ കളമശ്ശേരി യൂണിറ്റ് മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തമായ അഭിമാനകരമായ ഒരു ട്രാക്ക് റെക്കോർഡിന്റെ പ്രവർത്തനക്ഷമതയും ഉൽപാദനക്ഷമതയും ലാഭക്ഷമതയും ഉള്ള കമ്പനിയാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇതിനോട് എടുക്കേണ്ട നിലപാട് എല്ലാവരും ചേർന്ന് ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ എടുക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒടുവിലത്തെ കാര്യം രാജീവ് ചന്ദ്രശേഖരന്റെ വരവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ട് എൻ്റെ അറിയപ്പെട്ട ഞങ്ങൾ ഒരുമിച്ച് പാർലമെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വ്യവസായം അറിയാം. ഇപ്പോൾ അദ്ദേഹം BJP സംസ്ഥാന പ്രസിഡന്റ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് HMD സന്ദർശിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമാണ്. ഞാനപ്പോൾ കാണണമെന്ന് പറഞ്ഞ പക്ഷേ ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പറ്റിയില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിനകത്ത് ചില കുറവുകളുണ്ട്. ഞാൻ നല്ല വാക്കാ വയ്ക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം HMD ഞങ്ങൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ BJP ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു.
അത്രയും പോകാൻ പാടില്ലേ? അതിൽ രണ്ട് പ്രശ്നമാണ്. ഒന്ന്, HMD കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണെന്നുള്ള പ്രാഥമിക ധാരണ ഇല്ലാത്തൊരാളെ പോലെ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണാധികാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവസായമാണെന്നുള്ള അദ്ദേഹം സംസാരിച്ചത് ഒഴിവാക്കേണ്ടത്. പിന്നെ ഈ വ്യവസായത്തിന്റെ സാധ്യതകളെ കുറിച്ച് കേന്ദ്രിച്ച് വേണമായിരുന്നു അവിടെ വരാൻ. ഞാൻ നിർബന്ധിക്കുകയല്ല. രാഷ്ട്രീയ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഗ്രഹപാഠങ്ങൾ പ്രധാനമാണ്. ഇത്രയും പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യവസായത്തിൽ വരുമ്പോൾ ആ തൊഴിലാളിക്ക് പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷയോട് നീതിനിർബന്ധത്തിൽ സംസാരിക്കാനും അത് തുടർന്ന് ഏറ്റെടുക്കാനുമുള്ള ഒരു സന്നദ്ധത അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നു. എങ്കിലും അവസരം കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് അറിയണം. ഈ കാര്യത്തിൽ സംവാദമൊന്നും വേണ്ട, കാര്യങ്ങളിലേക്ക് പോയാൽ മതി. ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന്റെ മുമ്പിലുള്ള HMDയുടെ ഭാവി പ്രവർത്തനങ്ങളോട് തയ്യാറാക്കിയിട്ടുള്ള പാക്കേജ് നടപ്പിലാക്കാൻ ആവശ്യം. അത് ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിയും. HMDക്ക് അർഹതയുണ്ട് നിൽക്കാൻ. പുതിയ മാനങ്ങളിലേക്ക് പോകാനുള്ള ഈ കമ്പനിയുടെ അർഹതയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ ഇത് രാജ്യത്തിന് സഹായിക്കും. അത് രാഷ്ട്രീയമല്ല, ഇൻഡസ്ട്രിയാണ്. വെറും ഇൻഡസ്ട്രി അല്ല, ബേസിക് ഇൻഡസ്ട്രിയാണ്. അത് കാണണമെന്നാണ് ഞങ്ങൾക്കുള്ള കൂട്ടായ അഭ്യർത്ഥന. ഇത് മുഴുവൻ ട്രേഡുകൾക്കും വേണ്ടി ഞാൻ പറയണം, സ്റ്റേറ്റിന് വേണ്ടി മാത്രമല്ല, ഇൻക്ലൂഡിംഗ് ഓഫീസേഴ്സ് അസോസിയേഷൻ. മാറുമെന്നുള്ള പ്രതീക്ഷയിലും കോടതി അനുകൂലമായിട്ട് വന്നതുകൊണ്ട് സംഭവിച്ചു. NIA വന്നപ്പോൾ അത് തന്നെ സംഭവിച്ചു. പക്ഷെ NIAയുടെ ഒരു 3 ഏക്കർ സ്ഥലം കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുകയാണ്. ഗവൺമെന്റ് സ്ഥലമാണത്. നമുക്ക് പിന്നാലെ ഞങ്ങൾ പറഞ്ഞു നമ്മൾ അന്നേരം അതിന്റെ കാശ് ഞങ്ങൾക്ക് തരണം, കമ്പനിയുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ. ഇവര് പ്രശ്നം കറക്റ്റാണ്. നാനാവിധത്തിലുള്ള ചെറുകിട കയ്യേറ്റങ്ങൾ നടക്കുന്നതിനെ ആരും തടുക്കുന്നില്ല. അത് നിർമ്മാണം നടക്കണം. അത് ഈ മീറ്റിംഗിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനത്തെ പൊതു അഭിപ്രായത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അത് ഒഴിപ്പിക്കാൻ ഗവൺമെന്റിന് കഴിയും. ഈ കമ്പനി മാനേജ്മെന്റ് നിൽക്കണം, ലോക്കൽ മാനേജ്മെന്റ് മുൻകൈ എടുക്കണം, നാഷണൽ മാനേജ്മെന്റ് കൂടെ നിൽക്കണം. അതൊരു പൊതുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഇത് തുടരും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ മതാടിസ്ഥാനത്തിലേക്ക് കൊടുക്കുന്നത് വളരെ മോശമാണ്, തെറ്റാണ്. അത് തുടങ്ങിയാൽ പിന്നെ നിൽക്കില്ല. ഓലമുടക്കത്തിൽ തീ പിടിച്ചത് പോലെ വന്ന ആളുകൾ ഓരോന്ന് കെട്ടിയെടുത്തോണ്ട് പോകും. അതുകൊണ്ടൊരു ബോൾഡ് പൊസിഷൻ HMD മാനേജ്മെന്റ് കൊണ്ട് എടുപ്പിക്കണം, ട്രേഡ് എടുപ്പിക്കണം. ഇത് കേരള ഗവൺമെന്റ് ആവശ്യപ്പെടണം. പോലീസ് ഇടപെടണം. പോലീസും കോടതിയും മാനേജ്മെന്റും തൊഴിലാളികളും 4 കൂടി ഒന്നിച്ച് നാട്ടുകാരും കൂടി നിന്നാൽ നാട്ടുകാരെ നിന്ന് വരില്ല. എല്ലാവർക്കും ഓരോ കഷ്ടം കിട്ടുമ്പോൾ അവർ പോകും. നമുക്ക് നോക്കാം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ പത്രസമ്മേളനത്തിന്റെ തുടർച്ചയായിട്ട് ഞങ്ങളെ സീരിയസ് ആയിട്ട് ആലോചിക്കാം. രാഷ്ട്രീയ തലത്തിലും ആലോചിക്കാം. രാഷ്ട്രീയ തലത്തിന്റെ ഒരുപാടിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ കുറച്ച് വില കൊടുക്കേണ്ടി വരും, കൊടുക്കാം. ഈ സംസ്ഥാന സർക്കാർ ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നാൽ യൂണിയനുകൾ അതിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മളിപ്പോ ഒരു സ്വാഭാവിക ഭരണത്തിന് കാത്തിരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പൊ അത്തരം എന്തെങ്കിലും നടപടി വേണമെന്ന് യൂണിയനുകളുടെ ഭാഗത്തുനിന്ന് ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കുക. ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം കെടുകാര്യത്തുള്ള മറ്റു കാരണങ്ങളോ ഇല്ലാതാകാൻ ഇടവന്നാൽ അതിന്റെ ആദ്യത്തെ പരിഹാര മാർഗം സംസ്ഥാനങ്ങളെ ഏറ്റെടുക്കലല്ല. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയും സമരപ്രസ്ഥാനങ്ങൾ ശക്തമായി നമുക്ക് പറയുമ്പോൾ ഇന്ത്യ ഒരു സംസ്ഥാനത്ത് നിങ്ങൾ പറയാൻ പറ്റില്ല. ഇവിടെ മാത്രം നടക്കുള്ളൂ. അത് ആലോചിക്കാവുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. നാളെ അതിന് പ്രാധാന്യം വന്ന് വാർത്ത വന്നിട്ട് ചോദ്യങ്ങൾ എനിക്കെതിരെ വന്നാൽ ഞാൻ പിടിച്ചെടുക്കും, നന്നായിട്ട് പിടിച്ചെടുക്കും. അതാണ് എൻ്റെ കാര്യം. ഒരു കാര്യമാണ് ഈ ഭൂമി ഉപയോഗപ്പെടുന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു സംഭവത്തിൽ ചോദിച്ചാൽ അവർക്ക് 100 കൂട്ടം ന്യായങ്ങളുണ്ട്, 100 കൂട്ടം പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സീപോർട്ട് എയർപോർട്ടിൻ്റെ അവസ്ഥയുണ്ട്, അതുപോലെ ഉള്ള കാര്യങ്ങളുണ്ട്. അതേസമയം ആ ഭൂമി ഉപയോഗപ്പെടുത്താൻ ഓരോ പ്രോജക്റ്റുകൾ HMD യൂണിയൻ്റെ അളന്ന് വെച്ചാൽ പോലും സർക്കാർ അംഗീകരിക്കുന്നില്ല. ലോജിസ്റ്റിക് പാർക്ക് ഏറ്റവും ആദ്യം വിഭാവനം ചെയ്ത HMDയിലെ ആൾക്കാരാണ്. അതിനുശേഷം എത്രയോ ലോജിസ്റ്റിക് പാർക്കുകൾ നാട്ടിൽ പോകുന്നു. അതിന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ അദാനിയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ തർക്കിക്കേണ്ടി വരും. അല്ല, അദാനിയുടെ ഭൂമി ആ ഭൂമി വിറ്റപ്പോൾ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞത്. പക്ഷെ ആ ഭൂമി അന്യാധീനപ്പെട്ട് പോകുന്നില്ല. അദാനിക്ക് പോകുന്നതിന് മുമ്പ് ഇല്ല. ഞാൻ പറയട്ടെ, അത് ഇടപെടാമായിരുന്നു. അയാൾ ഞാൻ മന്ത്രി പി രാജീവിനോട് ഞാൻ പറഞ്ഞതാണ്, ആ 70 ഏക്കർ
നമ്മൾ അന്ന് വാങ്ങിയ കൊടുത്ത 90 കോടി കൊടുത്ത് തിരിച്ചെടുക്കണം. ആ തിരിച്ചെടുത്തിട്ട് അത് ഒന്നുകിൽ മെഡിക്കൽ കോളേജ് വികസനത്തിന് ഉപയോഗിക്കണം. കാരണം മെഡിക്കൽ കോളേജ് തിങ്ങി ഞെരുങ്ങി വരികയാണ്. നമ്മളിപ്പോൾ എത്രയൊക്കെ വികസന പദ്ധതികൾ കൊണ്ടുവന്നാലും ഫാർമസി കോളേജ് വേണം, ഡെന്റൽ കോളേജ് വേണം, ഇത് പാർക്കിംഗ് ഏരിയ വേണം, എല്ലാം വേണം. ഇപ്പം ഈ പറഞ്ഞ 500 കാലമല്ല CCRC 800 8 നില പ്രയോജനപ്പെടുത്തുമ്പോൾ വരുന്നത്. നമുക്കൊരു വലിയൊരു വിഷയം പാർക്കിംഗാണ്. ഇതൊന്നും മുൻകൂട്ടി കാണാതെ അടിസ്ഥാന സൗകര്യങ്ങൾ കാണാതെ ഇപ്പം ഞാൻ ഈ അദാനിയുടെ കേസ് പറയാണ്. അദാനിയുടെ ഭൂമി മറ്റേ ബൂസ്റ്റർ റിയാക്ടേഴ്സിന് വേണ്ടാന്ന് വെച്ചപ്പോൾ ആ ഭൂമി തിരിച്ചെടുക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ അത് സമ്മർദ്ദം വിളിച്ചെടുത്തില്ല. പകരം ആരും അറിയാതെ, അതായത് ഞാൻ അതിൻ്റെ ടെക്നിക്കാലിറ്റി പറയണ്ടല്ലോ, അങ്ങനെ നേരെ അദാനിക്ക് കൈമാറി. ഒരു സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട പൈസ പോലും നമുക്ക് കിട്ടിയില്ല. രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള അതെ, അതാണ് ഞാൻ പറയാം. അതിന് ടെക്നിക്കലി ഞാൻ പറയുന്നില്ല, ഓക്കെ. പക്ഷെ അത് 15 വർഷം ഉപയോഗിക്കാതെ കിടന്നപ്പോൾ നമുക്ക് നിയമങ്ങളുണ്ടല്ലോ. പിന്നെ വ്യവസായ പർപ്പസിനാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ വെയർ ഹൗസും വ്യവസായ പർപ്പസിന് ആ ഒരു ലിസ്റ്റിൽ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പൊ യഥേഷ്ട ആൾക്കാർ വ്യവസായം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാർക്കിംഗ് ഒരു പോയിന്റ് ഇന്നത്തെ ഈ ചർച്ചയിലെ ഒരു നല്ല പോയിന്റാണ്. കാരണം നമ്മൾ കളമശ്ശേരിയിലിരിക്കണം. കളമശ്ശേരി പള്ളിയുടെ റബ്ബർ തോട്ടം കഴിഞ്ഞാൽ ഏറെക്കുറെ നല്ലൊരു ഭാഗം വ്യവസായങ്ങളുടേതായി. വ്യവസായങ്ങൾ പഴയകാലം തൊട്ട് വന്നതെല്ലാം നിർത്തിപ്പോയി. പുകയങ്ങളെ സാധ്യത, തൊട്ടുപറകെ ചിത്ര, പിന്നീട് നമ്മുടെ ചാക്കോളാണ്, അത് കഴിഞ്ഞ് TCM, അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഴ്സ്, തോഷിപ്പം. ഈ കമ്പനികളെല്ലാം അടഞ്ഞു പോകും. അതിൻ്റെ ഭൂമിക്ക് എന്ത് പറ്റി? അതിൻ്റെ ഉടമയാരാണോ അയാളുടെ കയ്യിലിരിക്കുകയാണ്. പരമാവധി എന്ത് സംഭവിക്കും? ഗോഡൗൺ പണിയാണ്. നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രമായിരുന്ന കളമശ്ശേരിയിലെ ഭൂമി ഒന്നുകിൽ ഗോഡൗണായി അല്ലെങ്കിൽ വെറുതെ കിടക്കുക. എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇപ്പോൾ TCM ഒരാൾ മേടിക്കും. മറ്റേ ഗ്ലാസിൻ്റേത് തമ്പി, അവരത് കാണാനുമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത്തരം ഭൂമികൾ ഗവൺമെന്റ് വാങ്ങണം. ഒന്നുകിൽ വ്യവസായം നടത്തണം, അതിന് നിയമപരമായി നീക്കണം. അപ്പോൾ അവർ കോടതി പോകും, സുപ്രീം കോടതി പോകും, പോട്ടെ. ഇതിങ്ങനെ ചെയ്യല്ലേ? ഒരിക്കൽ കിട്ടിയാൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന സ്വകാര്യ ശക്തികളുടെ ഇടപെടലിനകത്തുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഞാൻ ഈ കളമശ്ശേരിയിൽ മാത്രമല്ല, നിങ്ങൾ ഏഴൂർ പോകും, കടകളൂർ പോകും, അല്ലെങ്കിൽ മറ്റേ ഇടത്തിലേക്ക് പോകും. എന്തുമാത്രം ഭൂമിയായിട്ട് അവിടെ ആർക്കും തൊടാൻ പറ്റുന്നില്ല. കാട് പിടിക്കുകയാണ് അവിടെ. ബയോഡൈവേഴ്സിറ്റിക്ക് നല്ലതായിരിക്കും, പക്ഷെ വ്യവസായത്തിന് പറ്റുന്നില്ല. അതൊരു വിഷയമല്ലേ? പ്രത്യേകിച്ച് ഭൂമിയില്ലാത്ത കേരളത്തിൽ, ജനസാന്ദ്രതയുള്ള കേരളത്തിൽ, വ്യവസായ വികസനം അർഹതപ്പെട്ട കേരളത്തിന് ആരെങ്കിലും ഇടപെട്ടില്ല. അതൊരു ഫില്ല് ചെയ്യേണ്ട ഗ്യാപ്പാണ്. ചർച്ച വരട്ടെ. ചർച്ചകളെ ഭയപ്പെടുന്നത് കൊണ്ട് വിഷയങ്ങൾ തുറക്കാതിരിക്കരുത്. തുറന്നിട്ട് എവിടെയെങ്കിലും എത്തിക്കാൻ പഠിക്കണം. യെസ്, നമുക്ക് ഇന്നത്തെ കായെങ്കിൽ എനിക്കൊരു തിരക്കുമില്ല കേട്ടോ. ഞാൻ